പുണ്യവതിയാകുന്ന അൽഫോൻസാമ്മയുടെ ഈ സുദിനത്തിൽ പങ്കെടുക്കുവാൻ ഇവർക്ക് സന്തോഷമുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ പുണ്യവതിയാണ്. അദ്ദേഹം ഭാരതത്തിൻ്റെ ഒരു രത്നക്കല്ലാണ്. ഗുഡ് ഈവനിങ് ടു ഓൾ. ഇന്ന് നമ്മളോടൊപ്പം നമ്മളുടെ ഈ അൽഫോൻസാമ്മയുടെ അഭിമുഖ സംഭാഷണത്തിന് എത്തിയിരിക്കുന്നത് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ എക്സ് സുപ്പീരിയർ ജനറലായിരുന്ന സിസ്റ്റർ മരിയന്ന ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ആ സിസ്റ്ററിന് ഈ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമുക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ജോസ്. ഞാൻ ഈ സംഘടനയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ സിസ്റ്റർ ഈ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ എക്സ് സുപ്പീരിയർ ആയിരുന്നു. അപ്പോൾ മദർ ജനറൽ എന്ന നിലയ്ക്ക് ഈ അൽഫോൻസാമ്മ പുണ്യവതി ആയതിൽ എന്തുമാത്രം സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്? ഒരു മദർ ജനറൽ എന്നുള്ള നിലയിൽ എന്നതിനേക്കാൾ ഞാൻ ഈ സഭയിലെ FCC കോൺഗ്രിഗേഷനിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ, ഫ്രാൻസിസ്കൻ കുടുംബാംഗം എന്നുള്ള നിലയിൽ എനിക്ക് അത് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാനനൈസേഷൻ്റെ ഒക്ടോബർ 12 വളരെ കാലത്തെ ഒരുക്കത്തും ഞങ്ങൾക്കിതിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി. ഞങ്ങളുടെ സഭ മുഴുവനും പ്രാർത്ഥനയും പരിഹാരവുമായിട്ട് ഇതിനു വേണ്ടി അൽഫോൻസാമ്മയുടെ വിശുദ്ധി സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. അൽഫോൻസാമ്മയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പുണ്യവതിയാകാമെന്ന് കാണിച്ചു കൊടുത്ത ഒരു പുണ്യവതിയാണ് അൽഫോൻസാമ്മ. അപ്പോൾ എങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു ഈ അവരുടെ ജീവിതത്തിൽ? ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് സഹനത്തിൻ്റെയും അവർ സഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എങ്ങനെയുള്ളതായിരുന്നു സിസ്റ്റർ മദർ ജനറൽ എന്ന നിലയ്ക്ക് കൂടുതൽ ആധികാരികമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പറയാൻ സാധിക്കും? അതായത് അൽഫോൻസാമ്മയുടെ ജീവിതം വെറും 36 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. അൽഫോൻസാമ്മയുടെ ജീവചരിത്രം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാം. അൽഫോൻസാമ്മയുടെ വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ചെറുപ്പം മുതലേ അൽഫോൻസാമ്മ ഒരു ദൈവകൃപയിൽ നിറഞ്ഞു വളർന്ന ഒരു ബാലികയായിട്ട് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അൽഫോൻസാമ്മ വിരോചിതമായിട്ടാണ് സന്യാസ ജീവിതം സ്വീകരിച്ചത്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പത്തിലെ തന്നെ വിവാഹം കഴിച്ചു വിടുക എന്ന് പറയുന്ന ഒരു പാരമ്പര്യമുള്ള ഉണ്ടായിരുന്നത്. അതിൽ ആയിട്ട് പേരമ്മ, വളർത്തമ്മ അൽഫോൻസാമ്മയെ വളരെയധികം നിർബന്ധിച്ചെങ്കിലും അൽഫോൻസാമ്മ വിരോചിതമായിട്ട് തൻ്റെ ജീവിതം ദൈവത്തിന് അർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചു. ചുരുക്കത്തിൽ അൽഫോൻസാമ്മയുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അൽഫോൻസാമ്മയുടെ സന്യാസ സഭയിൽ പ്രവേശിച്ച നാൾ മുതൽ അൽഫോൻസാമ്മ വളരെയേറെ രോഗങ്ങൾക്ക്, ഒന്നിനു പുറകെ ഒന്നായിട്ട് വളരെയേറെ രോഗങ്ങൾക്ക് വിധേയമായിരുന്നു. അൽഫോൻസാമ്മയുടെ ജീവിതം സഹനത്തിൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ അൽഫോൻസാമ്മയ്ക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു വളരെയേറെ ആ നാട്ടിലെ ഏറ്റവും സൗന്ദര്യവതിയായ ഒരു ബാലികയായിരുന്നു. ഏറ്റവും കഴിവുകളുള്ള ഒരു കവയിത്രി, കലാപരമായിട്ട് കഴിവുണ്ടായിരുന്നു, ബുദ്ധിപരമായിട്ട് കഴിവുണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് റിച്ച് ഫാമിലിയായിരുന്നു. അൽഫോൻസാമ്മ അതെല്ലാം ദൈവത്തിനൊരു ബലിയായിട്ട് അർപ്പിച്ചു. തൻ്റെ ജീവിതം മുഴുവനായിട്ട് അർപ്പിച്ചു. ദൈവത്തിന് വേണ്ടി അർപ്പിച്ച ആ ജീവിതത്തിൽ അർപ്പിച്ചപ്പോൾ ദൈവം കൂടുതൽ സഹനങ്ങൾ കൊടുത്തു. രോഗമാണ് പ്രധാനമായിട്ട് കൊടുത്ത സഹനങ്ങൾ. ആ രോഗം കൂടുതൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് പലവിധ രോഗത്തിൽ അൽഫോൻസാമ്മ സഹിച്ചു. ആ രോഗത്തിൻ്റെ സഹനങ്ങളെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ളതാണ് സാധാരണ ഒരു ജീവിതം. നമുക്ക് വെക്കുമ്പോൾ അൽഫോൻസാമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യാതൊരു വൻ കാര്യങ്ങളും ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വിലമതിക്കത്തക്കതായ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ഈ പുണ്യവാന്മാരുടെ ജീവിതം ചരിത്രം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഒരു പുണ്യവാളൻ ഇപ്പോൾ ഫാദർ പിയോ ഉണ്ട്. അപ്പോൾ അവരുടെ സുപ്പീരിയർ ആ കാലഘട്ടത്തിൽ അവരെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? കാരണം സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അധികാരികളുടെ ഭാഗത്തു നിന്നും ചില സമയത്ത് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് ഈ പുണ്യവതികളെ. പിന്നെ പുണ്യവതികളാവുമ്പോഴാണ് അവരുടെ ജീവിതം മഹത്വപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം സിസ്റ്റർ അൽഫോൻസായ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ രോഗിയായിരുന്നത് കൊണ്ട് തന്നെ അൽഫോൻസാമ്മയെ ഈ സന്യാസ ഭവനത്തിൽ നിന്ന് തിരിച്ചുവിടാൻ ആഗ്രഹിച്ചു. രോഗിയായിരുന്നത് കൊണ്ട് അപ്പോൾ രോഗത്തിൻ്റെ കാരണം കൊണ്ട് തിരിച്ചുവിടാൻ ആഗ്രഹിക്കുക കളാശ്ശേരി പിതാവാണ് എന്ന് പറഞ്ഞത്
ഈ കുട്ടി മരിക്കുകയാണെങ്കിൽ ഇവിടെ കിടന്ന് മരിച്ചു കൊള്ളട്ടെ എന്ന് ആ അൽഫോൻസാമയിലുള്ള ഒരു ദൈവിക ചൈതന്യം കണ്ടതിൻ്റെ വെളിച്ചത്തിൽ പിതാവ് പറഞ്ഞു. അതിനുശേഷം രോഗിയായിരുന്നപ്പോൾ TB വന്നു. TB വന്നപ്പോൾ ഒരു മറ്റുള്ള സമൂഹത്തിൽ നിന്ന് മാറ്റിയൊരു മുറിയിൽ താമസിപ്പിക്കുന്ന പതിവെന്ന് പകരുന്ന രോഗമായിരുന്നു. അത് ഒത്തിരിയേറെ വേദനയ്ക്ക് കാരണമായിരുന്നു. അതിനുശേഷം അൽഫോൻസാമയുടെ മുറിയിൽ ഒരു കള്ളൻ കയറി ഭയന്ന അൽഫോൻസാമയ്ക്ക് ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു മാനസിക വിഭ്രാന്തി പോലെ ഉണ്ടായി. അങ്ങനെ കുറേ നാൾ വളരെയായി സഹിച്ചു. അതിനുശേഷം അൽഫോൻസാമയ്ക്ക് വളരെയേറെ പാരവശ്യങ്ങളുണ്ടായി, സഹിക്കാൻ പറ്റാത്ത വേദനകളുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ചിലരാലെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സഹനങ്ങളും. എന്നാൽ അൽഫോൻസാമയോട് അടുത്ത് ബന്ധപ്പെട്ടവർക്കെല്ലാം അൽഫോൻസാമയുടെ ഒരു ജീവിത വിശുദ്ധി അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. റോമിൻ്റെ ഈ പുണ്യനഗരിയിൽ വെച്ച് നമ്മൾ ഫാദർ മാത്യു ചുരപ്പയിലിനെ കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഫാദർ മാത്യു ചുരപ്പയിൽ താമരശ്ശേരി ഡയസിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ? ഞാനിപ്പോൾ കുളത്തുവയൽ പള്ളിയിൽ വികാരിച്ചാണ്. അപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഈ അൽഫോൻസാമ എങ്ങനെ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്? രൂപതയുടെ മധ്യസ്ഥൻ എന്ന നിലയിൽ വലിയ ആത്മബന്ധമാണ് ഈ അൽഫോൻസാമയുമായിട്ട്. ചെറുപ്പം മുതലേ ഈ അൽഫോൻസാമയുടെ കബറിടങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനും അൽഫോൻസാമയുടെ മധ്യസ്ഥതയിലുള്ള രൂപതയിൽ വൈദികനായി അഭിഷിക്തനാകുവാനും സാധിച്ചത് വലിയൊരു ദൈവാനുഗ്രഹമായി ഞാൻ കണക്കാക്കുകയും അതിൽ അഭിമാനിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു പുണ്യവതിയാണ് അൽഫോൻസാമ. അപ്പോൾ ഒരു ഇന്ത്യക്കാരി എന്ന നിലയ്ക്ക് ലോകം വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നും ഒരു പുണ്യവതിയോ എന്നുള്ള ഒരു ചോദ്യം. ഇതിന് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു മറുപടി പറയാൻ കഴിയുന്നത്? ലോകത്തിലെ മറ്റു വിശുദ്ധരോടൊപ്പം തന്നെ ഉയർന്നു നിൽക്കാൻ സാധിക്കുന്ന സഹനത്തിൻ്റെ വലിയൊരു പ്രേക്ഷിത, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ദുഃഖദുരിതങ്ങൾക്ക് പിറുപിറുക്കുന്ന ഒരു കാലമാണ്. എങ്ങനെയും അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യ സമൂഹമാണ് നമുക്ക്. അവരുടെ മുൻപിൽ അൽഫോൻസാമ തീർച്ചയായും പ്രസക്തമാണ്. ആ ജീവിതത്തെ ഉയർത്തി നിർത്താൻ സാധിക്കും. ലിച്ചുവിലെ കൊച്ചു ത്രേസ്യയെ പോലെ തന്നെ വളരെ ഔദാര്യപൂർവ്വം ദൈവത്തിൻ്റെ ദാനമായി സഹനത്തെ സ്വീകരിക്കുകയും പിറുപിറുപ്പ് കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയും ചെയ്ത അവളുടെ ജീവിതം മനോഹരമായ ഒരു മാതൃകയാണ് നമുക്കെല്ലാം. അപ്പോൾ ഈ അവസരത്തിൽ നമ്മളോടുകൂടി ഈ കുറഞ്ഞ സമയം ചെലവഴിച്ച ഫാദർ മാത്യു ചൂരപ്പയിലിന് അലിഖിൻ്റെ നാമത്തിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മളുടെ പ്രേക്ഷകർക്ക് ഉന്മേഷം നൽകുന്ന സംഭവങ്ങളായി മാറട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു.